ഒരു റഷ്യൻ തീർത്ഥാടകൻ്റെ ആത്മകഥയാണ് സാധകൻ്റെ സഞ്ചാരം എന്ന പുസ്തകം. ഈ പുസ്തകത്തിൽ പറയുന്നത് ഈ സാധകൻ വളരെയധികം ക്ലേശങ്ങളിലൂടെ കടന്നുപോയി. അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതം തകർന്ന് തരിപ്പണമായി. അദ്ദേഹം അവിചാരിതമായൊരു പള്ളിയിൽ കയറുന്നു. അവിടെ ഒരു വചനം അദ്ദേഹത്തെ സ്ട്രൈക്ക് ചെയ്യുന്നു. ആ വചനമാണ് 1 തെസ്സലോനിക്ക 5:17. ഇടപെടാതെ പ്രാർത്ഥിക്കുക. അദ്ദേഹം ഇതിനെപ്പറ്റി പലരോടും ചോദിച്ചു. പല സ്ഥലത്തും അലഞ്ഞു നടന്നു. എന്താണ് ഇടപെടാതെ പ്രാർത്ഥിക്കുക എന്നതിൻ്റെ അർത്ഥമെന്ന്. അവസാനം ഒരു സന്യാസി അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു, ഇടപെടാതെ പ്രാർത്ഥിക്കുക എന്നാൽ ഇടപെടാതെ യേശുനാമം ഉച്ചരിക്കുക എന്നാണ്. അതിപ്രകാരമായിരുന്നു കർത്താവേ യേശുക്രിസ്തുവെ പാപിയായ എന്നിൽ കനിയണമേ. അദ്ദേഹം ഇത് ആവർത്തിച്ചെത്തിക്കാൻ തുടങ്ങി. രാപ്പകൽ എത്തിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ സമാധാനം വന്നു ചേർന്നു. പ്രതികൂല സാഹചര്യങ്ങളും വലിയൊരു സമാധാനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നു ചേർന്നു. സമാനമായൊരു ഭാഗമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നമ്മളോട് പറയുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 12-ാമത്തെ തിരുവചനത്തിൽ ഈശോ പറയുന്നു, നിങ്ങൾ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിന് സമാധാനം ആശംസിക്കണമെന്ന്. ഉത്തിതനായതിന് ശേഷവും ഈശോ ഇതേ കാര്യം തന്നെ പറയുന്നു. ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ ഈശോ പറയുന്നുണ്ട്, നിങ്ങൾക്ക് സമാധാനം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം തിരുവചനത്തിൽ നമുക്കിങ്ങനെ കാണാം, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ആ സമാധാനം. ലോകം തരുന്ന സമാധാനം നമുക്കറിയാം, ഭൗതിക വസ്തുക്കളുമേലുള്ള നമ്മുടെ സമാധാനമാണ്. അപ്പോസ്തല പ്രവർത്തനം 12-ാം അധ്യായം 6-ാമത്തെ തിരുവചനത്തിൽ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും, പത്രോസ് ഇരുചങ്ങലകളാൽ ബന്ധിതനായി 2 പടയാളികളുടെ മധ്യേ ഉറങ്ങുകയായിരുന്നു. അദ്ദേഹത്തിന് എങ്ങനെയാണ് ഉറങ്ങുവാൻ സാധിച്ചത്? ഇത് മറ്റൊന്നുമല്ല, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്നുണ്ടാകുന്ന ഒരു സമാധാനമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്നുണ്ടാകുന്ന ആ സമാധാനം എൻ്റെ ജീവിതത്തിൽ നിറയ്ക്കണം. ആമേൻ.